Electrical properties of membrane. First one, resting potential. A voltage between 2 points such as inside and outside of plasma membrane, there is excess of positive ions at one point and excess of negative ions at other point. ഇവിടെ എന്ന് പറയുമ്പോൾ പ്ലാസ്മ മെമ്പറൈൻ്റെ ഇൻസൈഡിലും അപ്പോൾ തന്നെ ഔട്ട്സൈഡിലും രണ്ട് വോൾട്ടേജ് രണ്ട് ചാർജസ് ഉണ്ട്. പ്ലാസ്മ മെമ്പറൈൻ്റെ ഇൻസൈഡിൽ നെഗറ്റീവ് ചാർജും ഔട്ട്സൈഡിൽ പോസിറ്റീവ് ചാർജും. വെൻ എ നെർവ് ഓർ മസിൽ സെൽ ഈസ് എൻ അൺഎക്സൈറ്റഡ് സൈറ്റ്, മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഈസ് റെഫേർഡ് ടു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ഒരു നെർവോ അല്ലെങ്കിൽ ഒരു മസിൽ സെല്ലോ അൺഎക്സൈറ്റഡ് സൈറ്റിൽ ഇരിക്കുമ്പോൾ അവരുടെ മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ബിക്കോസ് എ സബ്ജക്റ്റ് ടു എ ഡ്രമാറ്റിക് ചേഞ്ചസ്. ദെൻ magnitude and direction of the voltage across plasma membrane are determined by differences in the concentration ions on either side of the membrane and their relative permeabilities. പ്ലാസ്മ മെമ്പറൈന് അക്രോസ് ചെയ്തിട്ടിരിക്കുന്ന വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഡിറ്റർമൈൻ ചെയ്തേക്കുന്നത് അയേൺസിൻ്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആയിരിക്കും. ദാറ്റ്സ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ മെമ്പറൈൻ ഓർ ദ റിലേറ്റീവ് പെർമിബിലിറ്റീസ്. ദെൻ സോഡിയം ഓർ പൊട്ടാസ്യം ATPase pumps sodium out to the cell and potassium into the cell, thereby establishing step gradients of these ടു അയേൺസ് അക്രോസ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞു സോഡിയം പൊട്ടാസ്യം പമ്പ് പ്ലാസ്മ മെംബ്രെയിനിലാണെന്നുണ്ടെങ്കിൽ അവരുടെ സോഡിയം അയേൺസ് ഔട്ട്സൈഡ് ഓഫ് ദ സെല്ലും അപ്പോൾ തന്നെ പൊട്ടാസ്യം അയേൺസ് ഇൻസൈഡ് ഓഫ് ദ സെൽസുമായിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ദ ഓപ്പർച്യൂണിറ്റി ഫോർ പോസിറ്റീവ്ലി ചാർജഡ് അയേൺസ് ടു മൂവ്സ് ഇൻ ടു സെൽ റെഡ്യൂസസ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മേക്സ് ഇറ്റ്സ് ലെസ് നെഗറ്റീവ്. എന്ന് വെച്ചാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയേൺസ് ദാറ്റ് മൂവ്സ് ഇൻ ടു ദ സെൽ അത് എന്തിട്ടിന് റെഡ്യൂസ് ചെയ്യും മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആൻഡ് ദാറ്റ് മേക്സ് ലെസ് നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് പോസിറ്റീവ് ചാർജ് ഇൻ മെംബ്രെയിൻ വോൾട്ടേജ് കോസസ് മെംബ്രെയിനിലുള്ള പോസിറ്റീവ് ചാർജ് എന്തിനാണ് കോസ് ചെയ്തേക്കുന്നത് ദാറ്റ് വിൽ കോസ് മെംബ്രെയിൻ്റെ ടു സൈഡ്സിലുണ്ടാകുന്ന പോളാരിറ്റിയുടെ ഡിക്രീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻക്രീസ്ഡ് permeability of membrane to sodium ions and movement of the positive charge into the cell that causes membrane to reverse potential. എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് മൂവ്മെൻറ്റ് ഓഫ് ദ ദെൻ പോസിറ്റീവ് ചാർജിലുള്ള പോസിറ്റീവ് ചാർജിൻ്റെ മൂവ്മെൻറ്റ്സ് സെൽസിലേക്കും അതുപോലെ തന്നെ സോഡിയം അയേൺസിൻ്റെ പെർമിബിലിറ്റി മെംബ്രെയിനിലേക്കുള്ള അവരുടെ പെർമിബിലിറ്റി എന്ന് പറയുന്നത് എന്തിനാണ് കോസ് ചെയ്തേക്കുന്നത് ഒരു റിവേഴ്സ് പൊട്ടൻഷ്യലിലേക്കായിരിക്കും. അത് ബ്രീഫ്ലി ദെൻ ദ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ +40 മില്ലി വോൾട്ടിലേക്കും ആൻഡ് ദാറ്റ് അപ്രോച്ചസ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ ഫോർ സോഡിയം അയൺസ്. ആഫ്റ്റർ 1 സെക്കൻഡ് സോഡിയം ചാനൽസ് സ്പോണ്ടേനിയസ്ലി പെട്ടെന്ന് ഒരു ഇനാക്ടിവേറ്റ് ആകും and that blocks influx of the sodium ions. Then change in membrane potential caused by sodium influx triggers opening of voltage gated potassium channels. മെംബ്രെയിൻ പൊട്ടൻഷ്യലിൽ എന്തെങ്കിലും ചേഞ്ചസ് ആണെങ്കിൽ സോഡിയം വഴി മെംബ്രെയിൻ പൊട്ടൻഷ്യലിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ദാറ്റ് ട്രിഗർ ചെയ്തേക്കുന്നത് പൊട്ടാസ്യം ചാനൽസിൻ്റെ ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഗേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പണിങ്ങിനെ ആയിരിക്കും. ദെൻ Potassium ion diffuse freely out of the cell down their steep concentration gradient. പൊട്ടാസ്യം അയൺസ് എന്നിട്ടായിരിക്കും അവർ ഡിഫ്യൂസ് ചെയ്യും എങ്ങനെ ഫ്രീലി ഔട്ടായിട്ടായിരിക്കും എങ്ങനെ their steep concentration gradient. The decreased permeability of membrane to sodium ions. സോഡിയം അയേൺസ് മെംബ്രെയിനിലേക്കുള്ള അവരുടെ പെർമിബിലിറ്റി അവരുടെ എന്താ പറയുക എൻട്രിങ്ങിനായിട്ടുള്ള ആ ഒരു സംഭവം ഡിക്രീസ് ആകുകയും അപ്പോൾ തന്നെ പൊട്ടാസ്യം അയേൺസിൻ്റെ ഇൻക്രീസ് ആവുകയും ചെയ്യുന്നത് എന്തിനാണ് കോസ് ചെയ്തേക്കുന്നത് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ സ്വിങ് ബാക്ക് ചെയ്യും. നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് -80 മില്ലി വോൾട്ട് ആയിരിക്കും ആൻഡ് ദാറ്റ് അപ്രോച്ചസ് പൊട്ടാസ്യം ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ ആണ്. Then next, large negative membrane potential causes voltage gated potassium channels to close, which returns membrane to its resting state. ലാർജ് നെഗറ്റീവ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ കോസ് ചെയ്തേക്കുന്നത് പൊട്ടാസ്യം ചാനൽസ് ടു ക്ലോസ് ആയിരിക്കും ആൻഡ് ദാറ്റ് റിട്ടേൺസ് മെംബ്രെയിൻ ടു ഇറ്റ്സ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ഇങ്ങനെയുള്ള ചേഞ്ചസ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഇങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്.
Then entire series of change during an action potential take by about 5 seconds in squid axon. സ്ക്വിഡ് ആക്സോണിൽ 5 സെക്കൻഡ് ആണ് ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കർ ചെയ്തേക്കുന്നത്. ആൻഡ് ലെസ് ദാൻ 1 സെക്കൻഡ് ഇൻ മൈലിനേറ്റഡ് മാമാലിയൻ നെർവ് സെൽസ്. മൈലിനേറ്റഡ് മാമാലിയൻ സെൽസിൽ 1 സെക്കൻഡിനേക്കാളും കുറവ് മതി. പക്ഷേ സ്ക്വിഡ് ആക്സോണിൽ 5 സെക്കൻഡ്സ് ആവശ്യമാണ്. ആൻഡ് ഹിയർ ഇവിടെ ഒരു ഡയഗ്രം ഉണ്ട്. എന്ന് വെച്ചാൽ സൈറ്റോപ്ലാസ്മിക് സോഡിയം ബൈൻഡ്സ് ടു ദ സോഡിയം പൊട്ടാസ്യം പമ്പ്സ്. സോഡിയം അയേൺസ് അവർ ബൈൻഡ് ചെയ്യുകയാണ്. അത് പ്രോട്ടീനാണ്. ആ പ്രോട്ടീനിലേക്ക് സോഡിയം അയേൺസ് ബൈൻഡ് ചെയ്യാണ്. ദ നെക്സ്റ്റ് സോഡിയം അയേൺസ് സ്റ്റിമുലേറ്റ് ഫോസ്ഫോറിലേഷൻ ബൈ ATP. സോഡിയം അയേൺസ് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർ എന്തിനു സ്റ്റിമുലേറ്റ് ചെയ്യും? ATP വഴി ഫോസ്ഫോറിലേഷൻ നടക്കും. ദെൻ നെക്സ്റ്റ് ഫോസ്ഫോറിലേഷൻ നടന്നു. ദെൻ ഫോസ്ഫോറിലേഷൻ കോസ് ചെയ്തേക്കുന്നത് പ്രോട്ടീൻസ് ടു ചേഞ്ച് ദെയർ കൺഫോർമേഷൻ. അവരുടെ ചെറിയ കൺഫോർമേഷൻ ഒക്കെ അവർക്ക് ഉണ്ടാകും. പിന്നെ എന്താ ചെയ്തേക്കുന്നത്? അവർ സോഡിയം അയൺസിനെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യും. ഓക്കെ. ദെൻ നെക്സ്റ്റ് എക്സ്ട്രാ സെല്ലുലാർ പൊട്ടാസ്യം ബൈൻഡ്സ് ടു ദ പ്രോട്ടീൻ. പിന്നെ എന്നിട്ടാണ് പൊട്ടാസ്യം അയേൺസ് വന്നിട്ട് പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യും. ദാറ്റ് ട്രിഗർ ചെയ്തേക്കുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അവർ അവിടെ നിന്ന് റിലീസ് ചെയ്യും. ലോസസ് ഓഫ് ദ ഫോസ്ഫേറ്റ് റീസ്റ്റോർ ദ പ്രോട്ടീൻസ് ഒറിജിനൽ കൺഫോർമേഷൻ. ഈ ഫോസ്ഫേറ്റ് അവിടെ നിന്ന് ലോസ് ആയില്ല. എന്നിട്ട് ചെയ്തേക്കുന്നത് പ്രോട്ടീൻസിൻ്റെ ഒറിജിനൽ കൺഫോർമേഷൻ അവിടെ റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പൊട്ടാസ്യം ഈസ് റിലീസഡ് ആൻഡ് സോഡിയം സൈറ്റ്സ് ആർ റിസെപ്റ്റീവ് അഗെയിൻ. ദെൻ ദ സൈക്കിൾ റിപ്പീറ്റ്സ്. പൊട്ടാസ്യം അവിടെ റിലീസ് ആവുകയും സോഡിയം അവിടെ റിസെപ്റ്റീവ് ഒന്നുകൂടിയും അതിലേക്ക് കയറി വരികയാണ്. ദെൻ അവരുടെ സൈക്കിൾ അങ്ങനെ അവിടെ റിപ്പീഷൻ നടക്കുകയാണ്. Propagation of action potential as an impulse. Once an action potential has been initiated, it does not remain localized at a particular site but is propagated as nerve impulse down length of cell to nerve terminals. വൺസ് ഒരു പ്രാവശ്യം ആക്ഷൻ പൊട്ടൻഷ്യൽ ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് സ്റ്റാർട്ടഡ് ആയിക്കഴിഞ്ഞാൽ ദ ഡസ് നോട്ട് റിമൈൻ അറ്റ് പർട്ടിക്കുലർ സൈറ്റിൽ അവർ റിമൈൻ ചെയ്യില്ല. പക്ഷേ അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിയുന്നത് നെർവ് ഇമ്പൾസിലേക്ക് സെൽസിൻ്റെ നെർവ് സിമ്പിൾസിലേക്കായിരിക്കും. ആൻഡ് ദാറ്റ് ടു ദ നെർവ് ടെർമിനൽസ്. നെർവ് ഇമ്പൾസ് ആർ പ്രൊപ്പഗേറ്റഡ് അലോങ് എ മെമ്പറൈൻ. മെമ്പറൈൻ്റെ കൂടെ ആയിരിക്കും നെർവ് ഇമ്പൾസ് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത്. ബിക്കോസ് എന്ത് കാരണമാണ്? ആക്ഷൻ പൊട്ടൻഷ്യൽ അറ്റ് വൺ സൈറ്റ് ഹാസ് ആൻ ഇഫക്റ്റ് ഓൺ അഡ്ജസൻറ്റ് സൈറ്റ്. ലാർജ് ഡീപോളറൈസേഷൻ അറ്റ് accompanies an action potential create difference in large along inner and outer surface of plasma membrane. ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കുന്ന ഡീപോളറൈസേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പ്ലാസ്മ മെമ്പറൈൻ്റെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ പ്ലാസ്മ മെമ്പറൈൻ. ദെൻ ആസ് എ റിസൾട്ട് പോസിറ്റീവ് അയൺസ് മൂവ്സ് ടുവേർഡ്സ് എ സൈറ്റ് ഓഫ് ഡീപോളറൈസേഷൻ ഓൺ ഔട്ടർ സർഫേസ് ഓഫ് മെമ്പറൈൻ ആൻഡ് അവേ ഫ്രം ദ സൈറ്റ് ഓഫ് ഇന്നർ സർഫേസ്. ഈ ഡീപോളറൈസേഷൻ്റെ സമയത്ത് ഈ പോസിറ്റീവ് അയൺസ് ഇൻസൈഡ്സിലേക്കും അപ്പോൾ തന്നെ ഇൻസൈഡിൽ ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ് അയൺസ് ആ ഒരു പ്ലാസ്മ മെമ്പറൈൻ്റെ സൈഡിലേക്കുമായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാകുന്നത്. ബിക്കോസ് ഡീപോളറൈസേഷൻ അക്കമ്പനിയിങ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് വെരി ലാർജ്. ഡീപോളറൈസേഷൻ അക്കമ്പനി ചെയ്തേക്കുന്നതായിരിക്കും ആക്ഷൻ പൊട്ടൻഷ്യൽ വളരെ ലാർജും. മെംബ്രൈൻ ഇൻ അഡ്ജസൻറ്റ് റീജിയൻ ഈസ് റെഡിലി ഡീപോളറൈസ്ഡ് ടു ദ ഗ്രേറ്റർ ദാൻ ത്രെഷ്ഹോൾഡ് വാല്യൂ ആൻഡ് ദാറ്റ് ഓപ്പൺസ് എ സോഡിയം channels is this adjacent region that generate another action potential. അവിടെ വേറൊരു ആക്ഷൻ പൊട്ടൻഷ്യലും കൂടി ജനറേറ്റ് ചെയ്യും. ദസ് വൺസ് ട്രിഗർഡ് ഒരു പ്രാവശ്യം ട്രിഗർഡ് ആയി കഴിഞ്ഞാൽ സക്സഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ സക്സഷൻ പാസ് ചെയ്തേക്കുന്നത് എൻറ്റയർ ലെങ്ത് ഓഫ് ദി ന്യൂറോൺ വിത്തൗട്ട് എനി ലോസ് ഓഫ് ഇൻറ്റൻസിറ്റിയുടെ ഒരു ലോസോടെ ഉണ്ടാകില്ല. arriving that it target cells with the same strength and it had a point of origin. then ഇവിടെ നിന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇൻ റെസ്പോൺസ് ടു എ സിഗ്നൽ ദ സോമ എൻഡ് ഓഫ് ആക്സോൺ ബിക്കം ഡീപോളറൈസ്ഡ്. ഇവിടെ ഫസ്റ്റ് ഡീപോളറൈസ്ഡ് ചെയ്തു. ഇത് പ്ലാസ്മ മെമ്പറൈൻ്റെ പുറത്തായിരുന്നു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നത്. ഇവിടെ നെഗറ്റീവ് ഉള്ളിലേക്ക് അവർ കയറി വന്നു. നെഗറ്റീവ് ആയിട്ടുള്ളവർ പ്ലാസ്മ മെമ്പറൈൻ്റെ ഔട്ട് സൈഡിലേക്ക് പോയി. അവിടെ അങ്ങനെ നടക്കുന്നത് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ദ ഡീപോളറൈസേഷൻ സ്പ്രെഡ്സ് ഡൗൺ ദ ആക്സോൺ. ഡീപോളറൈസേഷൻ പിന്നെ അങ്ങോട്ടേക്ക് നീങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ മെംബ്രെയിൻ റീപോളറൈസ്. അപ്പം ഇന്നത്തെ ഇത് ഡീപോളറൈസേഷനോടെ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അഗെയിൻ നമ്മുടെ മുന്നത്തെ സംബോധന നടക്കുന്നുണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻസൈഡിൽ നെഗറ്റീവും ഔട്ട് സൈഡിൽ പോസിറ്റീവ് ചാർജും. അതിന് നമ്മൾ റീപോളറൈസേഷൻ എന്നാണ് പറയുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടിന്യൂസ് ദ ട്രാവൽ ഡൗൺ ദ ആക്സോൺ. ദെൻ അവിടെ ആക്ഷൻ പൊട്ടൻഷ്യലൂടെ ഇവിടെ നമുക്ക് റെസ്റ്റിംഗ് സ്റ്റേജ് ഉണ്ട്, റീപോളറൈസിങ് സ്റ്റേജ് ഉണ്ട്, ഡീപോളറൈസ്ഡ് ആയിട്ടുള്ളതുണ്ട്.
ദെൻ ഒരു ഗ്രാഫാണ്. ഗ്രാഫിൽ ഫസ്റ്റ് നമുക്ക് അടിയിലെ കാണിക്കാൻ പറയാം പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള സംഭവമാണ്. ദെൻ മിഡിൽ എത്തി കഴിയുമ്പോൾ അവർ അങ്ങോട്ടേക്ക് മാറാണ്. എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ളവർ ഉള്ളിലേക്ക് വരും, നെഗറ്റീവ് ആയിട്ടുള്ളവർ ഔട്ട് സൈഡിലേക്കും പോകണം. അതിനെയാണ് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കർ ചെയ്തു. ദെൻ തേർഡ് സെക്ഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ കഴിയുമ്പോൾ പണ്ടത്തെ പോലെ തന്നെയായി. അപ്പോൾ അവിടെ റീപോളറൈസേഷൻ നടന്നു. അവിടെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും ഉണ്ടായി. Then next, neurotransmission jumping the synaptic cleft. Neurons are linked with their target cells at specialized junctions that is called synapses. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ന്യൂറോൺസിൻ്റെ ബാക്കിൽ തൊട്ട് പിന്നിലായിട്ടായിരിക്കും അടുത്ത ന്യൂറോൺസ് ഉണ്ടാകുന്നത്. അവർ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കില്ല, പക്ഷെ അവർ തമ്മിൽ ഒരു കുഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടാകും. ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ദ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് സിനാപ്സ് റിവീൽസ് ദ ടു സെൽസ് ഡസ് നോട്ട് മേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ബട്ട് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. അവർ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല, പക്ഷെ അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. അവരുടെ എങ്ങനെയാണ് അവരുടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 20 to 50 നാനോമീറ്റർ ആയിരിക്കും. അവരുടെ ആ ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ദെൻ പ്രീ സിനാപ്റ്റിക് സെൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇമ്പൾസ് സിനാപ്സിസിൻ്റെ ടുവേർഡ്സിലേക്കും, അതുപോലെ തന്നെ പോസ്റ്റ് സിനാപ്റ്റിക് സെൽസ് ലൈസ് ചെയ്തേക്കുന്നത് റിസീവിങ് സൈഡ് ഓഫ് സിനാപ്സിലേക്കായിരിക്കും. ദാറ്റ് വിൽ ഷോ എ നമ്പർ ഓഫ് സിനാപ്സ് ബിറ്റ്വീൻ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് ആക്സോണിൻ്റെ ടെർമിനൽ ബ്രാഞ്ചസും അതുപോലെ തന്നെ സ്കെൽട്ടൺ മസിൽ ഓഫ് സെൽസും ആയിരിക്കും. ആൻഡ് ദാറ്റ് സിനാപ്സ് ഓഫ് ദിസ് ടൈപ്പ് അതിനെയാണ് നമ്മൾ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസ് എന്ന് പറയുന്നത്. Then next, very tips of branches of axon appear in electron microscope. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഈ ആക്സോൺസിൻ്റെ ബ്രാഞ്ചസ് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് സിനാപ്റ്റിക് വെസിക്കിൾസ് ആയിരിക്കും. ആൻഡ് ദാറ്റ് സെർവ്സ് എ ഷോർട്ടേജ് സൈറ്റ് ഫോർ ദ കെമിക്കൽ ട്രാൻസ്മിറ്റർ. ആൻഡ് അതെന്നിട്ട് തന്നെ ആക്ട് ചെയ്തേക്കുന്നത് പോസ്റ്റ് സിനാപ്റ്റിക് സെൽസിലാണ് അവർ ആക്ട് ചെയ്തേക്കുന്നത്. പിന്നെ 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ അസറ്റൈൽ കൊളൈനും നെക്സ്റ്റ് വൺ ഈസ് നോർ എപ്പിനെഫ്രിൻസ് ആയിരിക്കും. ഓക്കെ, ദെൻ when an impulse reaches at a terminal knob, ഒരു ഇമ്പൾസ് ടെർമിനൽ knob റീച്ച്ഡ് ആയി കഴിഞ്ഞാൽ ദ ഡീപോളറൈസേഷൻ ഇൻഡ്യൂസ് ഓപ്പണിംഗ് ഓഫ് ദ number of voltage gated calcium channels in the plasma membrane of this part of presynaptic nerve cells. ഡീപോളറൈസേഷൻ ഇൻഡ്യൂസ് ചെയ്യും എന്തിൻ്റെ ഈ കാൽഷ്യം ചാനൽസിൻ്റെ ഓപ്പണിങ്ങിനെ അവർ എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും പ്ലാസ്മ മെമ്പറൈനിൽ ഉണ്ടായിരിക്കുന്നത്. Calcium ions are normally present at very low concentration within neuron as in all cells. കാൽഷ്യം അയോൺസ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് വളരെ ലോ കോൺസെൻട്രേഷനിലായിരിക്കും. വെൻ ഗേറ്റ്സ് ഓപ്പൺ, എപ്പോഴാണിക്കോ ഗേറ്റ്സ് ഓപ്പൺ ചെയ്തേക്കണേ കാൽഷ്യം അയോൺസ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിൽ നിന്ന് ടെർമിനൽ knob-ലേക്ക് അവർ ഡിഫ്യൂസറാണ്. ഓക്കെ, കാൽഷ്യം അയോൺസ് ഡിഫ്യൂസ് ചെയ്യും എവിടെ നിന്ന്, ഒരു എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിൽ നിന്ന് ടെർമിനൽ knob ഓഫ് ദ ന്യൂറോൺസിലേക്കാണ്. ദെൻ ദാറ്റ് വിൽ കോസ് മോർ ദാൻ 1000-fold വിത്തിൻ ലോക്കലൈസ്ഡ് മൈക്രോ ഡൊമൈൻ നിയർ ചാനൽസ്. ദെൻ എലവേറ്റഡ് കാൽഷ്യം ദാറ്റ് വിൽ ട്രിഗർ റാപ്പിഡ് പെട്ടെന്നായിട്ടുള്ള ഫ്യൂഷനാണ് ഒന്നോ അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ടുള്ള ഒരു സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ വിത്തിൻ പ്ലാസ്മ മെമ്പറൈനിൽ തന്നെ ഉണ്ടായിരിക്കുന്ന സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ റാപ്പിഡ് ആയിട്ടുള്ള ഫ്യൂഷൻ ആയിരിക്കും. അത് എന്തിട്ടാണ് കോസ് ചെയ്തേക്കുന്നത്, റിലീസ് ഓഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ മോളിക്യൂൾസ് ഇൻ ടു സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ന്യൂറോ ട്രാൻസ്മിറ്റർ മോളിക്യൂൾസിൻ്റെ റിലീസാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്കുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ മോളിക്യൂൾസിൻ്റെ റിലീസിങ്ങിന്. വൺസ് റിലീസ്ഡ് ഫ്രം ദ സിനാപ്റ്റിക് വെസിക്കിൾസ്, ഒരു പ്രാവശ്യം സിനാപ്റ്റിക് വെസിക്കിൾസിൽ നിന്ന് റിലീസ്ഡ് ആയ ന്യൂറോ ട്രാൻസ്മിറ്റർ മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്തേക്കുന്നത് അക്രോസ് എ നാരോ ഗ്യാപ്പ് ആൻഡ് ദാറ്റ് ബൈൻഡ്, അവരെവിടെ ബൈൻഡ് ചെയ്തേക്കുന്നത് റിസപ്റ്റർ മോളിക്യൂൾസിലേക്കായിരിക്കും. ആൻഡ് ദാറ്റ് കോൺസെൻട്രേറ്റഡ് ഡയറക്ട്ലി അക്രോസ് ക്ലെഫ്റ്റ് ഇൻ ദ പോസ്റ്റ് സിനാപ്റ്റിക് പ്ലാസ്മ മെംബ്രെയിൻ. A neurotransmitter molecule can have one of opposite effect depending on type of a receptor on target cell membrane to which it binds. 2 points ആണ് പറഞ്ഞേക്കുന്നത്. The bound transmitter can trigger opening of the cation selective channels in membrane. Bound transmitter
ട്രിഗർ ചെയ്തേക്കുന്നത് കാറ്റിയോൺ ഉണ്ടല്ലോ, കാറ്റിയോൺ മെമ്പറിൽ ഉണ്ടായിരിക്കുന്ന കാറ്റിയോൺ ചാനൽസിൻ്റെ ഓപ്പണിങ്ങിനായിരിക്കും. ആൻഡ് ദാറ്റ് ലീഡ്സ് പ്രൈമറിലി ടു ആൻ ഇൻഫ്ലക്സ് ഓഫ് ദ സോഡിയം അയേൺസിൻ്റെ ഇൻഫ്ലക്സ് ആൻഡ് ദാറ്റ് വിൽ ലെസ് നെഗറ്റീവ് മെമ്പറിൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. ദിസ് ഡീപോളറൈസേഷൻ, ഇങ്ങനെയുള്ള ഡീപോളറൈസേഷൻ എന്തിൻ്റെ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറിൻ്റെ എക്സൈറ്റ് സെൽസ് ആയിരിക്കും. ആൻഡ് ദാറ്റ് മേക്സ് മോർ ലൈക്ലി ടു റെസ്പോണ്ട് ദിസ് ഓർ സബ്സിക്വൻറ്റ് സ്റ്റിമുലൈ ബൈ ജനറേറ്റിംഗ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇറ്റ്സ് ഓൺ. ദെൻ സെക്കൻഡ് വൺ ആണ് ബൗണ്ട് ട്രാൻസ്മിറ്റർ ക്യാൻ ട്രിഗർ ആനിയോൺ ആയിട്ടുള്ള, മറ്റോടെ കാറ്റിയോൺ ആയിരുന്നു, ഇവിടെ ആനിയോൺ ആയിട്ടുള്ള ചാനൽസ് ആണ്. ആൻഡ് ദാറ്റ് വിൽ ലീഡ്സ് ക്ലോറൈഡ് അയേൺസിൻ്റെ ഇൻഫ്ലക്സും ആൻഡ് ദാറ്റ് വിൽ മോർ നെഗറ്റീവ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ആണ്. ഹൈപ്പർ പോളറൈസേഷൻ ഓഫ് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ മേക്ക്സ് ലെസ് മറ്റോടെ നമ്മൾ പറഞ്ഞേക്കുന്നത് മോർ ലൈക്ലി ആയിരുന്നു, ഇവിടെ ലെസ് ലൈക്ലി ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ജനറേറ്റ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ, അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. ബിക്കോസ് ഗ്രേറ്റർ സോഡിയം ഇൻഫ്ലക്സ് ഈസ് സബ്സിക്വൻറ്റ് റിക്വയർഡ് ടു റീച്ച് മെമ്പറൈൻ ത്രെഷ്ഹോൾഡ്. ദെൻ മോസ്റ്റ് നെർവ് സെൽസ് ഇൻ ബ്രെയിനിലുണ്ടായിരിക്കുന്ന നെർവ് സെൽസ് റിസീവ് ചെയ്തേക്കുന്നത് എക്സിറ്റേറ്ററി ആൻഡ് ഇൻഹിബിറ്ററി ആയിട്ടുള്ള സിഗ്നൽസ് ആയിരിക്കും ഫ്രം ഡിഫറെൻറ്റ് പ്രീ സിനാപ്റ്റിക് ആയിട്ടുള്ള ന്യൂറോൺസിൽ നിന്ന് നമ്മുടെ ബ്രെയിന് റിസീവ് ചെയ്തേക്കുന്നത് എക്സിറ്റേറ്ററിയും അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ആയിട്ടുള്ള സിഗ്നൽസ് ആണ്. ഇറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് ദീസ് ഒപ്പോസിങ് ഇൻഫ്ലുവൻസ്, ദ ലാസ്റ്റ് കൺക്ലൂഡിങ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് വിൽ ഡിറ്റർമൈൻ വെദർ ആർ നോട്ട് ഇമ്പൾസ് വിൽ ജനറേറ്റഡ് ഇൻ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ്. ആൻഡ് ഹിയർ ദി വിൽ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രീ സിനാപ്റ്റിക് ആയിട്ടുള്ള ന്യൂറോൺസ് നമുക്ക് അപ്പർ റീജിയനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അടിയിൽ ലോവർ പോർഷനിൽ പോസ്റ്റ് സിനാപ്റ്റിക് ആയിട്ടുള്ള ന്യൂറോൺസ് ഉണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമുക്ക് അവിടെ വട്ടത്തിൽ കുറച്ച് കാണാൻ പറ്റും. പിന്നെ ഇവരുടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. മുകളിലുള്ള പോർഷൻ ആക്സോൺ ടെർമിനലും അടിയിലുള്ളത് ഡെൻഡ്രിക് സ്പൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, താങ്ക് യു.